ആദ്യമായിട്ട് നമ്മൾ പ്രൊഡക്ഷൻ്റെ അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന വെൽക്കം പേജ്. അപ്പോൾ അതിൽ മൾട്ടിപ്പിൾ സെലക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സീറ്റ് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ സിംഗിൾ സീറ്റ് ഉള്ളതായതുകൊണ്ട് നമ്മൾ ആ സബ്സ്റ്റേഷൻ എഞ്ചിനീയറിൻ്റെ സീറ്റ് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യുന്ന പേജ് എങ്ങനെയായിരിക്കും, ഇതിൽ സബ്സ്റ്റേഷൻ്റെ എ ആയതുകൊണ്ട് ഫീഡർ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമേ കാണാൻ പറ്റൂ. അതിൽ MI സ്റ്റാറ്റസ്, മീറ്റർ ഇൻസ്റ്റാളേഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ടാബിന് അടിയിലായിരിക്കും നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഡേറ്റ വന്ന് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്കിത് വ്യൂ ആൻഡ് അപ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ഈ വ്യൂ ആൻഡ് അപ്രൂവ് എന്ന് പറയുന്ന ആക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 സെക്ഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇലക്ട്രിക്കൽ ഇൻഫർമേഷൻ സെക്ഷൻ, ജനറൽ ഇൻഫർമേഷൻ, ഓൾഡ് മീറ്റർ ഇൻഫർമേഷൻ, ന്യൂ മീറ്റർ ഇൻഫർമേഷൻ. ആദ്യം ഇലക്ട്രിക്കൽ മീറ്റർ ഇൻഫർമേഷൻ എടുക്കാം. ഇലക്ട്രിക്കൽ മീറ്റർ ഇൻഫർമേഷനിൽ എല്ലാ ഫീൽഡുകളും നോൺ എഡിറ്റബിൾ ആയിരിക്കും. നമുക്ക് ഈ ഒരു ഫീൽഡുകളൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഇത് മാസ്റ്റർ ഡേറ്റയിൽ നിന്ന് വരുന്ന ഡീറ്റെയിൽസ് ആണ്. ഇത് ഓൾറെഡി ക്യാപ്ചേർഡ് ആയിരിക്കും. ഇത് നിങ്ങൾ ഉദ്ദേശിച്ച അതേ ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. ആ ഒരു സെക്ഷൻ വെരിഫൈ ചെയ്തതിന് ശേഷം അടുത്ത സെക്ഷനിലേക്ക് പോകാം. അത് ജനറൽ ഇൻഫർമേഷൻ ആണ്. ഇവിടെയും ഫീൽഡ് യൂസർ ID, ആ മീറ്റർ ഇൻസ്റ്റാൾ ചെയ്ത യൂസറിൻ്റെ ID, നമ്മൾ കൊടുത്ത ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ്, മീറ്റർ റീപ്ലേസ് ചെയ്ത ഡേറ്റ്, ഇങ്ങനെയുള്ള ഡേറ്റയെല്ലാം ക്യാപ്ചർ ചെയ്യുന്നതാണ്. ഈ ഒരു സെക്ഷൻ വെരിഫൈ ചെയ്യാം. അത് കഴിയുമ്പോൾ നെക്സ്റ്റ് സെക്ഷൻ ഓൾഡ് മീറ്റർ ഇൻഫർമേഷൻ. ഓൾഡ് മീറ്റർ ഇൻഫർമേഷനിൽ നമ്മൾ ഓൾഡ് മീറ്റർ അവിടെ ഇൻസ്റ്റാൾഡ് ആണോ അല്ലയോ എന്നുള്ളത് അറിയാം. ഓൾഡ് മീറ്റർ ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ അതിൻ്റെ സീരിയൽ നമ്പർ, ഓൾഡ് മീറ്ററിൻ്റെ FR വാല്യൂ, മേക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഓൾഡ് മീറ്ററിൻ്റെ ഇമേജ് നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ക്യാപ്ചർ ചെയ്ത ഇമേജിൽ നിന്ന് Aക്ക് അതിൻ്റെ സീരിയൽ നമ്പറും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ KWH വാല്യൂയോട് കൂടി എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് KWH വാല്യൂ നമുക്ക് FR കിട്ടാൻ പറ്റുന്നതാണ്. ഇപ്പോൾ സീരിയൽ നമ്പറും FR വാല്യൂ ഇവിടെ നിന്ന് വെരിഫൈ ചെയ്യാം. ഈ ഒരു സെക്ഷൻ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെരിഫൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഈ സെക്ഷൻ മിനിമൈസ് ചെയ്യാം. അടുത്ത സെക്ഷൻ ന്യൂ മീറ്റർ ഇൻഫർമേഷൻ ആണ്. ന്യൂ മീറ്റർ ഇൻഫർമേഷനിൽ നമ്മൾ ഫാക്ടറിയിൽ നിന്ന് വരുന്ന എല്ലാ ഡേറ്റകളും ഓട്ടോമാറ്റിക്കായിട്ട് ക്യാപ്ചർ ആയതാണ്. നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ ഇനീഷ്യൽ റീഡിങ്ങും അതുപോലെ തന്നെ മീറ്റർ PT റേഷ്യോസ് ആണ് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന ഡേറ്റ. ഈ ഡേറ്റകളെല്ലാം വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക, വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മീറ്റർ ഇൻസ്റ്റാളർ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോഗ്രാഫ് യൂസ് ചെയ്യാം. ആ ഫോട്ടോഗ്രാഫിലെ സീരിയൽ നമ്പറും അതുപോലെ തന്നെ വാല്യൂ, ഇനിഷ്യൽ വാല്യൂ 0 തന്നെയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഇത് ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതും വെരിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻ കേസ് ഇതിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ഓപ്ഷനിൽ കയറി എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ എഡിറ്റ് ഓപ്ഷൻ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മീറ്ററിൻ്റെ റീഡിങ്ങിന് മാത്രമാണ്. സീരിയൽ നമ്പർ ചേഞ്ച് ആയിട്ടുണ്ടോ അങ്ങനെയുള്ള റിക്വസ്റ്റുകൾ ചേഞ്ച് റിക്വസ്റ്റ് ആയിട്ട് തന്നെ SMOCക്ക് അയക്കേണ്ടതാണ്. SMOC@kcbl.in എന്നാണ് ആ മെയിൽ ID. ഇതെല്ലാവർക്കും സർക്കുലേറ്റ് ചെയ്യുന്നതാണ്. എഡിറ്റിൽ ഇപ്പോൾ അലൗഡ് ആയിട്ടുള്ളത് നമുക്ക് ആകെയുള്ളത് ഈ പറയുന്ന മീറ്റർ റിലേറ്റഡ് ഡേറ്റ ആണ്. അതായത് ഓൾഡ് മീറ്റർ FR അങ്ങനെയുള്ള എന്തെങ്കിലും ഡേറ്റ ഉണ്ടെങ്കിൽ Aക്ക് അത് ഫോട്ടോഗ്രാഫിൻ്റെ സഹായത്തോടെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എഡിറ്റ് ചെയ്താൽ അപ്രൂവ് ചെയ്യാം. അപ്രൂവ് ചെയ്യാനായിട്ട് എഡിറ്റ് കഴിഞ്ഞെങ്കിൽ പിന്നെ നമ്മൾ ഒന്നുകൂടി വെരിഫൈ ചെയ്യേണ്ടി വരും. സെക്ഷൻസ് എല്ലാം വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്തതിന് ശേഷം അപ്രൂവ് എന്ന ബട്ടൺ യൂസ് ചെയ്ത് അപ്രൂവ് ചെയ്യണം. മീറ്റർ ഇൻസ്റ്റാളേഷൻ അപ്രൂവൽ പ്രോസസ് സക്സസ്ഫുള്ളി എന്ന് പറയുന്ന ഒരു സക്സസ് മെസ്സേജ് പോപ്പ് ഔട്ട് ആയി കാണാം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മീറ്റർ അപ്രൂവൽ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി